ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗും ടൂറിസം പ്രൊമോഷനും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗും കൈകാര്യം ചെയ്യുന്ന IRCTC പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നിങ്ങൾക്കും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. മൈ നെയിം ഈസ് അബ്ദുൽ റഷീദ്. വെൽക്കം ടു മൈ ചാനൽ. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഇന്ത്യൻ റെയിൽവേയുടെ കാറ്ററിംഗ്, ടൂറിസം, ഓൺലൈൻ ടിക്കറ്റിംഗ് എന്നിവയാണ് IRCTC കൈകാര്യം ചെയ്യുന്നത്. 1999 ആരംഭിച്ച IRCTC പ്രതിദിനം 5.5 മുതൽ 6 ലക്ഷം വരെ ബുക്കിങ്ങുകളാണ് ഇന്ന് നടത്തുന്നത്. 15 മുതൽ 16 ലക്ഷം വരെ ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന IRCTC ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും തിരക്കേറിയതും വലുതുമായ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. തേർഡ് പാർട്ടി ആപ്പുകളായ പേടിഎം, ഫോൺപേ, ഗൂഗിൾ പേ, മേക്ക് മൈ ട്രിപ്പ്, ഗോഐബിബോ തുടങ്ങി നിരവധി ആപ്പുകളിലൂടെ നമുക്ക് ഇന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തീകരിക്കാൻ നമുക്ക് IRCTCയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അത്യന്താപേക്ഷിതമാണ്. തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും IRCTCയുടെ യൂസർ നെയിമും പാസ്വേഡും നിർബന്ധമാണ്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത, തത്കാൽ ടിക്കറ്റുകൾ ഒരിക്കലും നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ IRCTCയുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ IRCTC അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു മാസം 6 ബുക്കിങ്ങുകൾ വരെയും, ഇനി ആധാർ ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ മാസം 12 ബുക്കിങ്ങുകൾ വരെയും IRCTC അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് IRCTCയുടെ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നാം ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞതിന് ശേഷം IRCTCയുടെ ഒഫീഷ്യൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. IRCTC റെയിൽ കണക്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. എൻ്റെ ഫോണിൽ ഓൾറെഡി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്പ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ പോയാൽ കാണാം, ഇവിടെ ലോഗിൻ, മുകളിൽ വലതുവശത്തായിട്ട് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ഓപ്ഷന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ, നിങ്ങൾക്ക് റെഡിലായിട്ട് താഴെ രജിസ്റ്റർ യൂസർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആദ്യമായിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ രജിസ്റ്റർ യൂസർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഓൾറെഡി IRCTC അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ മെസ്സേജ് വന്നത്, ആർ യു ഷുവർ യു വാണ്ട് ടു ചേഞ്ച് രജിസ്റ്റർ യൂസർ എന്ന്. അപ്പോൾ നമുക്കിവിടെ യെസ് പ്രസ് ചെയ്യാം. നമ്മളവിടെ രജിസ്റ്റർ യൂസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി നമുക്ക് വന്നിരിക്കുന്ന വിൻഡോ ഇതാണ്. ഇവിടെ നമുക്ക് നമ്മളോട് സൈൻ ഇൻ എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്യല്ല വേണ്ടത്. ഈ വിൻഡോയിൽ നമുക്ക് കാണാം രജിസ്റ്റർ യൂസർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളോട് കുറച്ച് ഒരു ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളോട് ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ നമ്മളതിന് താഴെയായിട്ട് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ, പിന്നെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് ക്വിക്കായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ മൊബൈൽ നമ്പറും മെയിൽ IDയും കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതിന് മുമ്പ് IRCTCയുടെ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ കൊടുത്താൽ വർക്കാവില്ല. അതേപോലെ തന്നെ ഒരു മെയിൽ IDയിൽ ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൽ IDയും നമ്പറും ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടില്ലാത്തത് വേണം. അപ്പോൾ ഞാൻ അത് രണ്ടും കൊടുത്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളോട് യൂസർ നെയിമാണ്. അപ്പോൾ യൂസർ നെയിം ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു യൂസർ നെയിം അതിൻ്റെ അവൈലബിലിറ്റി നോക്കാൻ വേണ്ടി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇവിടെ യൂസർ നെയിം അവൈലബിൾ എന്നുള്ള ഒരു മെസ്സേജ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ഈ പേര് ആരും എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ യൂസർ നെയിം അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ആരെങ്കിലും ആ പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ നെയിം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് കൂടി ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഞാനിവിടെ പാസ്വേഡ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഓപ്ഷനിലായിട്ട് നമ്മളെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ഓപ്ഷനിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ഇന്ന് സെലക്ട് ചെയ്യുക.
അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് നാഷണാലിറ്റിയാണ്. അപ്പം നമ്മളവിടെ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് ആൻസർ ഞാനൊരു ആൻസർ കൊടുക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനാണ് ചോദിക്കുക, അക്കൗണ്ട് വെരിഫിക്കേഷനൊക്കെ. അപ്പോൾ ആ ചോദ്യവും ഉത്തരവും മറന്നു പോകാതിരിക്കുക. അടുത്ത ഡീറ്റെയിൽസ് രണ്ടും ഓപ്ഷണലാണ്. നമ്മുടെ ജോബിൻ്റെ ഡീറ്റെയിൽസും മാരേജ് സ്റ്റാറ്റസും അത് രണ്ടും ഓപ്ഷണലാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ജെൻഡറിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ജെൻഡർ കൂടെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളോട് അടുത്ത വിൻഡോയിൽ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ റെസിഡൻസ് അഡ്രസ്സാണ്. ഇവിടെ നമ്മൾ നമ്മുടെ റെസിഡൻസ് അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അടുത്ത വിൻഡോയിൽ നമ്മളോട് സ്ട്രീറ്റ് ഏരിയ പേരൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. അതെല്ലാം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടെ കൺട്രിയുടെ പേര് സെലക്ട് ചെയ്യണം, ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സിറ്റിയുടെ ഓപ്ഷൻ ഉണ്ട്, സിറ്റി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അതും സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പിൻകോഡിലുള്ള അണ്ടറിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ ഏത് ബ്രാഞ്ചാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റേത് കാരശ്ശേരിയാണ്, അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാണ്. പിന്നെ അടുത്ത ഓപ്ഷനിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൂടെ ഇതിൽ എൻ്റർ ചെയ്യണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കോളത്തിൽ ഫില്ല് ചെയ്യേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മുകളിൽ റെസിഡൻസ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വീട്ടുപേര് കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ജസ്റ്റ് ഒരു വീട്ടുപേര് കൊടുത്ത് നോക്കുകയാണ്. വീട്ടുപേര് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. യൂസർ നെയിമും അത് രണ്ടും സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും ഇത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ OTP വരും. ആ OTP വെച്ച് വെരിഫൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ യൂസർ നെയിം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും വെച്ച് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച തെറ്റ് കൂടാതെ അതുകൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും സ്മോൾ ലെറ്റർ ആയിട്ടും ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ലോഗിൻ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ പാസ്വേഡും യൂസർ നെയിമും ഓക്കെയാണ്. അപ്പോൾ അടുത്തത് ചോദിച്ചിരിക്കുന്നത് യൂസർ ID മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP അയച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്കും ഇതിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കും OTP ഉണ്ടാവും. ആ OTP രണ്ടും നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ OTP ടൈപ്പ് ചെയ്യാണ്. OTP എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ SMS OTP ആണ് ആദ്യം നൽകേണ്ടത്. അപ്പോൾ ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിലേക്കാണ് OTP വരിക. അങ്ങനെ ഞാൻ OTP കൊടുത്തു കഴിഞ്ഞു. ഈ OTP മാത്രമല്ല, നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ മെയിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP വരും. ആ OTP ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ മെയിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രൊമോഷൻ എന്നുള്ളൊരു സെക്ഷനിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ IRCTCയുടെ OTP ഇതാ ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പം ഓക്കെ, അപ്പോൾ ഞാൻ 2 OTPയും പെർഫെക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് വെരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഫോർ ദ യൂസർ അബ്ദുൾ റഷീദ് മുക്കം. ഇപ്പോൾ ഇങ്ങനെയാണ് IRCTCയുടെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഡോക്യുമെൻ്റ് വെച്ച് ഈ ഡീറ്റെയിൽ വെച്ചിട്ട് IRCTCയുടെ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലോഗിൻ ചെയ്തപ്പം നമുക്കിതിൽ ആദ്യം തന്നെ ഒരു പിന്ന് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് എല്ലാ സമയത്തും നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 അക്ക നമ്പർ ATMൻ്റെ ഒക്കെ പോലെ ATM പിന്നൊക്കെ പോലെ 4 അക്ക നമ്പർ പിന്ന് സെറ്റ് ചെയ്യാം. ആ പിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈസി ആയിട്ട് ഈ പിന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാനൊരു 4 അക്ക നമ്പർ പിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിന്ന് സബ്മിറ്റ് ചെയ്യാം. ഈ പിന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല, കാരണം നിങ്ങൾക്ക് അടുത്ത തവണ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഈ പിന്ന് അത്യാവശ്യമാണ്. അപ്പോൾ പിന്ന് നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള IRCTCയുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയി കഴിഞ്ഞു. ഇതുവഴി എനിക്ക് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും, തത്കാൽ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് IRCTCയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. അതേപോലെ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം, നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. അതേപോലെ നമുക്കിതിൽ യാത്രക്കിടയിലുള്ള ഫുഡൊക്കെ ബുക്ക് ചെയ്യാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പിന്നെ നമുക്ക് യാത്രാ പാക്കേജുകൾ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പം ഇങ്ങനെയാണ് IRCTCയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. IRCTCയുടെ അക്കൗണ്ട് ക്രിയേഷനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ മറ്റൊരു കിടിലം വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്.